ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാത്തിങ് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇത് ബാത്തിങ് പൗഡറായിട്ടും അതേപോലെ തന്നെ ഫേസ് വാഷ് ആയിട്ടെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി ഫേസ് പാക്കായിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കറുത്ത പാടും കരിവാളിപ്പും അതേപോലെ തന്നെ ചിലർക്ക് കുരു വന്ന പാടുകളെല്ലാം മാറാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ്. ഇങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് നല്ല ചെറിയ ഓട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഏത് ഓട്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതെടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഈ മിക്സിയുടെ ജാറിൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പൊടി പോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും തരിതരിപ്പ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് നല്ല പൗഡർ പോലെ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള പൗഡറാണ് കിട്ടേണ്ടത്. കാരണം ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഒരു സ്ക്രബായിട്ട് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അരിച്ചെടുത്ത ഈ ഓട്സിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞളാണ്. നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് കടലപ്പൊടിയാണ്. കടലപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ 3 പൊടികളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഓട്സ് എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലുള്ള കഴുത്തിൻ്റെ അടിയിലുള്ള കറുപ്പ്, പെരടിക്കുള്ള കറുപ്പ്, അതേപോലെ കക്ഷത്തിലുള്ള കറുപ്പ്, ശരീരത്തിൽ എവിടെ നിങ്ങൾക്ക് കറുപ്പ് നിറമുണ്ടോ അവിടെയെല്ലാം തേച്ചാൽ നല്ല സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. ഈ ഓട്സ് പൗഡറും അതുപോലെ തന്നെ കടലപ്പൊടി ആയാലും മഞ്ഞളായാലും സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ മുഖം ഉൾപ്പെടെ ശരീരം മുഴുവൻ നിറം വെക്കാനും തിളക്കം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു പൗഡറാണിത്. നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുന്നേ സോപ്പെല്ലാം തേച്ചൊന്നും മേല് ഫുള്ള് കഴുകിയതിന് ശേഷം ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 10 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആഡ് ചെയ്യേണ്ടത്, അതായത് ഇതൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ആഡ് ചെയ്യേണ്ടത്, ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് റോസ് വാട്ടർ ആഡ് ചെയ്യലാണ്. പിന്നെ നോർമൽ സ്കിന്നുള്ളവർക്ക് റോസ് വാട്ടറോ തൈരോ പാലോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ അവർക്കും പാല് അല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ ഈ പൗഡർ തയ്യാറാക്കി നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിക്കണം. അതേപോലെ തന്നെ ഇത് എടുക്കുന്ന നേരം ഇതുപോലത്തെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണിൽ മാത്രമേ നിങ്ങൾ ഇത് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അതേപോലെ ഡയറക്റ്റ് ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ മറ്റൊരു ബൗളിലേക്ക് ഇതിൽ നിന്ന് ആവശ്യാനുസരണം പൊടി എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാതാണെങ്കിൽ ഈ പൊടി പെട്ടെന്ന് കേടായി പോകും, ഇല്ലെങ്കിൽ 1 മാസത്തോളം നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിൽ റൂമിൽ എവിടെയെങ്കിലും വെക്കുക, ബാത്റൂമിലേക്ക് കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് 1-2 ടീസ്പൂൺ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ഫുൾ ബോഡിയിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള എടുത്തതിന് ശേഷം നിങ്ങളുടെ ഏതാണോ സ്കിൻ ടൈപ്പ് അതിനനുസരിച്ച് റോസ് വാട്ടറോ തൈരോ പാലോ യൂസ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ പാല്, അല്ലെങ്കിൽ തൈര്, അല്ലെങ്കിൽ റോസ് വാട്ടർ, ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഇതേപോലെ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, മുഖത്താണെങ്കിലും ശരീരത്തിൽ എവിടെയാണെങ്കിലും ആദ്യം ഒന്ന് കഴുകി വൃത്തിയായതിന് ശേഷം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. നിങ്ങൾക്ക് ഈ കഴുത്തിൻ്റെ അടിയിലും അതുപോലെ തന്നെ കക്ഷത്തിലുള്ള കറുത്ത ആ ഒരു പാടുകളെല്ലാം മാറാൻ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കുക. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ. ഇത് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫേസിലാണെങ്കിൽ നിങ്ങൾ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ബോഡിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കുളിക്കുമ്പോഴാണ് തേക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ബോഡി അപ്ലൈ ചെയ്യുന്ന സമയത്ത് 10 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകിക്കളയുക. ഇനി മുഖത്തെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളത് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതായത് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ടായിരിക്കും. ഇത് ഡെയിലി ഫേസ് പാക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കഴുകിക്കളയുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും, നല്ല നിറവും തിളക്കവും എല്ലാം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് യൂസിലുള്ള റിസൾട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പൗഡറാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് കഴുകി തുടച്ചിട്ട് ഞാൻ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. ഞാൻ അപ്ലൈ ചെയ്ത ആ ഒരു ഭാഗത്തിൻ്റെ ബാക്കിലോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം റിസൾട്ട് മനസ്സിലാവും. കണ്ടോ, ഞാൻ ചെയ്തതും ചെയ്യാത്തതുമായ ഭാഗത്തുനിന്ന് നോക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം റിസൾട്ട് മനസ്സിലാവും.
മനസ്സിലാവും. ഇത് കണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾ വെറുതെ സാധനങ്ങൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്